ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തന്നെ ബുക്ക് ചെയ്താൽ മാത്രമേ ഈ ഓഫർ ലഭിക്കൂ എന്നൊക്കെ പറഞ്ഞ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുക്കൽ ആളുകൾ വന്നിട്ടുണ്ടാവുമോ? ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണാം. കാരണം ഈ ഒരു തെറ്റായ തീരുമാനം നിങ്ങളുടെ ലക്ഷ്യങ്ങളായിരിക്കും നഷ്ടമാക്കുന്നത്. സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 21 പോയിന്റുകളെ പറ്റിയുള്ള വീഡിയോ സീരീസിന്റെ 17ാമത്തെ വീഡിയോ ആണെന്ന്. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിൽ ഭൂരിഭാഗം ആളുകളും ഇലക്ട്രിസിറ്റി ബിൽ കൂടുന്നത് കൊണ്ട് തന്നെ സോളാർ സിസ്റ്റം വെക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അറിയാതെ പോലും പലരും ഒരു വലിയ ട്രാപ്പിലേക്ക് വീഴുന്നുണ്ട്. ലിമിറ്റഡ് ഓഫർ, ടുഡേ ഉള്ളി പ്രൈസ്, സീറോ ഇൻവെസ്റ്റ്മെന്റ് സോളാർ, ഇങ്ങനെയൊക്കെ കേട്ടിട്ട് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക വഴിയാണ് ഇവരൊക്കെ ട്രാപ്പിലേക്ക് വീഴുന്നത്. സോളാർ ഒരു 20-25 വർഷമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ മൊബൈൽ വാങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റ് വാങ്ങുന്നത് പോലെയോ ഒക്കെ ഒരു സോളാർ വാങ്ങാനായിട്ട് ചിന്തിക്കരുത്. നിങ്ങളൊരു ലോങ് ടേം സിസ്റ്റമാണ് വാങ്ങുന്നത്. അതിനാൽ ഓഫർ തീരും എന്നൊക്കെ പറഞ്ഞ് ധൃതി വെച്ച് ഓടരുത്. അല്ല ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് തീരുമാനിക്കരുത്. അത് സമയമെടുത്ത് പഠിക്കുക, പ്രൊഡക്റ്റിനെയൊക്കെ കമ്പയർ ചെയ്യുക, കമ്പനിയെയും ഡീലറെയും ഒക്കെ വെരിഫൈ ചെയ്യുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാവൂ. നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനം ഈ 3 കാര്യങ്ങളെങ്കിലും ഉറപ്പാക്കണം. ഒന്ന്, കമ്പനിക്ക് അല്ല ഡീലർക്ക് വിശ്വാസ്യതയുണ്ടോ? അവർ നല്ല സർവീസ് സപ്പോർട്ട് നൽകുമോ? കൊട്ടേഷനൊക്കെ ക്ലിയർ ആണോ? ഹിഡൻ ചാർജുകളുണ്ടോ? ഈ 3 കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ തന്നെ നിങ്ങളുടെ നല്ലൊരു ശതമാനം പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു ഉദാഹരണത്തിൽ കൂടി ഇത് മനസ്സിലാക്കാം. ഒരാൾ ഒരു ഓഫറൊക്കെ കേട്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു സോളാർ സിസ്റ്റത്തിന് ബുക്ക് ചെയ്യുന്നു. മറ്റൊരാൾ ഒരാഴ്ചയൊക്കെ എടുത്ത് റിസർച്ച് ചെയ്തതിന് ശേഷം അത് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്നു. ഇനിയും 1 വർഷത്തിന് ശേഷമോ അല്ലെ 2 വർഷത്തിന് ശേഷമോ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ആളിന് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ രണ്ടാമത്തെ ആളിനെ സംബന്ധിച്ച് സേവിങ് പ്ലസ് പീസ് മൈൻഡ് എന്നുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡിസിഷൻ എടുക്കുന്ന രീതിയാണ്. കൃത്യമായ ഡിസിഷനാണ് ആദ്യത്തെ ആളിനേക്കാൾ രണ്ടാമത്തെ ആളിന് പ്രയോജനം ചെയ്തത്. പെട്ടെന്നുള്ള ഓഫറുകൾ കണ്ടിട്ട് ഈ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നവരെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം എന്താണ്? പിന്നീട് അവർക്ക് പ്രൊഡക്ഷൻ കുറവ്, അല്ലെ സർവീസ് ഇല്ല, കമ്പനിയുടെ റെസ്പോൺസ് ഇല്ല, ഇത്തരത്തിലുള്ള ഇഷ്യൂസാണ് ഇവർക്ക് കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലുടനീളം പ്രൊഡക്റ്റുകൾ വിറ്റിട്ടുള്ള ചില കമ്പനികളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വലിയ തുക തന്നെ വാങ്ങിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാതെ പോയ അനവധി കേസുകൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ഒരു പ്രശ്നം നമ്മൾ പഠിച്ചു വന്നപ്പോൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ചില ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾ നിർത്താൻ തുടങ്ങിയപ്പോൾ ഉടൻ നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വലിയ എമൗണ്ടുകൾ ഈ കസ്റ്റമർ കയ്യിൽ നിന്ന് വാങ്ങിയതും പിന്നീട് അവർ ഫിനാൻഷ്യലി ക്രൈസിസിലാകുകയും ഇത് ചെയ്യാതെ പോവുകയൊക്കെ ചെയ്തത്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കസ്റ്റമേഴ്സിന് പലർക്കും മനസ്സിലായത് ഇതൊരു ഓഫർ ആയിരുന്നില്ല, ട്രാപ്പ് ആയിരുന്നു എന്നുള്ളത്. ഇതെന്തുകൊണ്ടാണ് പ്രധാനമായിട്ട് സംഭവിക്കുന്നത്? മാർക്കറ്റിൽ ഇന്ന് വളരെ കൂടുതൽ ഡീലർമാരുണ്ട്. എല്ലാവരും സെയിൽസ് നേടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിനാൽ തന്നെ ഇവരെല്ലാം അർജൻസി ക്രിയേറ്റ് ചെയ്യും. പക്ഷേ സത്യം എന്താണ്? നല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കണം, അത് നല്ലൊരു കമ്പനി ആയിരിക്കണം, നല്ല സർവീസ് ലഭിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഇവയ്ക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഒരിക്കലും ഒരു ടുഡേ ഉള്ളി ഓഫർ ആവശ്യമേ ഇല്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ക്ലയൻസിനോട് പറയും, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ എന്നല്ല, ശരിയായ തീരുമാനം എടുക്കൂ എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ മാത്രമേ ഞങ്ങൾക്കും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുവഴി മാത്രമേ ഞങ്ങളുടെ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാകുകയുള്ളൂ. അതിനാൽ നിങ്ങൾ ഒരിക്കലും സോളാർ ഓഫർ നോക്കി വാങ്ങരുത്. ഭാവി നോക്കി മാത്രം സോളാർ തിരഞ്ഞെടുക്കാവൂ. ശരിയായ തീരുമാനം എന്ന് പറയുന്നത് 25 വർഷം ലാഭവും, അനവസരത്തിലെടുത്ത തീരുമാനം എന്ന് പറയുന്നത് 25 വർഷം പ്രശ്നവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 21 പോയിന്റുകളെ പറ്റിയുള്ള വീഡിയോ സീരീസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 17ാമത്തെ പോയിന്റിനെ വിശദീകരിക്കുന്ന വീഡിയോ ആയിരുന്നു. ബാക്കിയുള്ള പോയിന്റുകളെ വിശദീകരിക്കുന്ന വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോളാറിനെ പറ്റി കൂടുതലായി അറിയാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.